പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന മക്കുവള്ളി ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് വരിക്കമുത്തൻ ഹിൽ ടോപ്പിലേക്കാണ്. ഇവിടെ നമുക്ക് ഒരുപാട് മലനിരകളൊക്കെ കാണാം കേട്ടോ. അപ്പം വണ്ണപ്പുറത്തുനിന്ന് മുണ്ടൻമുടി വെൺമണി വഴി നമ്മുടെ ഇടുക്കിയിലേക്ക് ചെറുതോണിയിലേക്കൊക്കെ ചെല്ലുന്ന റോഡാണ്. ഇവിടെ റോഡിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരിക്കമുത്തൻ ഹിൽ ടോപ്പ് കണ്ടോ, ചുറ്റും മലകളാണ് കേട്ടോ. ഓക്കെ, നല്ല ഹൈറ്റിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിറയെ പാറകളാണ്. മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ തെന്നിത്തെറിച്ചൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ. നോക്കി, ഈ റോഡിന് വീതി കൂട്ടാൻ പോവുകയാണ്. അവിടെ വാഹനങ്ങളെല്ലാം വന്നിട്ട് ബ്ലോക്കായി കിടക്കണ കണ്ടില്ലേ. അപ്പോൾ നേരെ പോയി നമുക്ക് വണ്ണപ്പുറത്തേക്ക് എല്ലാം കണ്ടോ, ആ റോഡ് അങ്ങ് പോകുന്നുണ്ടല്ലേ നീണ്ട്. എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് ഇതിൽ നേരെ ഇനി കുറച്ചുകൂടെ പോകണം നമുക്ക് മക്കുവള്ളിയിലേക്ക് എത്താനായിട്ട്. പഴയരിക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അപ്പോൾ അവിടെ ചെന്നിട്ടാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പോൾ വരിക്കമുത്തിന് നിന്ന് അല്പ ദൂരം മുന്നോട്ട് വന്നാൽ നമുക്കത് ഇങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് വരാം കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ പഴയരിക്കണ്ടം ടൗണിലേക്ക് എത്തും. അപ്പോൾ അതിന് മുൻപായിട്ടാണ് ഈ ഒരു ജംഗ്ഷൻ ഉള്ളത്. നമുക്കിത് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം, മക്കുവള്ളി 6.4 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ്. സാധാരണ ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമല്ലേ കൊടുക്കാറുള്ളൂ, ഇതാ ഗ്രാമത്തിൻ്റെ ഒരു പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ എത്ര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ ഈ ജംഗ്ഷനിൽ തന്നെ. അപ്പോൾ ഇത് വഴി മേളിലേക്കൊരു കയറ്റമാണേ. അപ്പോൾ ഇനി നമ്മൾ കുറേ ദൂരം ഫോറസ്റ്റിൻ്റെ അകത്തോടെയാണ് യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. കർണാടകയിലെ ശ്രാവണബെലഗോളയിലെ കാഴ്ചകളും വിശേഷങ്ങളും ആയിരുന്നു നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ. അപ്പോൾ അവിടുന്ന് വീഡിയോ ഒക്കെ വൈൻഡ് അപ്പ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നല്ലൊരു പണി കിട്ടി. കാലിൻ്റെ മസിൽസിന് അങ്ങനെ മസിൽ കയറിയിട്ട് നല്ല പെയിനായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവസാനം അവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അവിടെ പോയി ഇഞ്ചക്ഷൻ എടുത്തത് പിന്നെയാണ് അല്പമെങ്കിലും ആശ്വാസം ലഭിച്ചത് കേട്ടോ. അങ്ങനെ നാട്ടിലെത്തി 2 ദിവസം നല്ലപോലെ റെസ്റ്റ് എടുത്തിട്ടാണ് ഓക്കെ ആയത്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല. എന്തായാലും തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ എന്തെങ്കിലും മഴക്കാലത്തിൻ്റെയൊക്കെ ഒരു ആരംഭം. മഴക്കാലം കേരളത്തിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നൽകുന്നത്. അങ്ങനെ വലിയ പ്രകൃതി ദുരന്തങ്ങളൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ മാത്രം. അപ്പോൾ നമ്മളിങ്ങനെ 4 കൂടി ഒരു ജംഗ്ഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. മൈലപ്പുഴ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം, അതുപോലെ തന്നെ കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്, 1-2 കടകളൊക്കെ ഉണ്ട്, ഒരു കുരിശുപള്ളി നമുക്കിവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു ഭജനമഠം ഉണ്ട് കേട്ടോ, ശ്രീ ധർമ്മശാസ്ത്ര ഭജനമഠം മൈലപ്പുഴ. അതിനോട് ചേർന്നായിട്ട് ഒരു കാണിക്കവഞ്ചിയും അതിൻ്റെ മേളിലായിട്ട് അയ്യപ്പൻ്റെ ഒരു വിഗ്രഹമൊക്കെ കാണാം കേട്ടോ. ഇവിടെ നോക്കി, അയ്യപ്പൻ്റെ ഒരു ചിത്രമൊക്കെ വരച്ച് നല്ല അടിപൊളിയായിട്ട് കാണാം നമുക്കിവിടെ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് മേളിലേക്ക് കിടക്കണ ആ വഴി പോയി കഴിഞ്ഞാൽ കഞ്ഞിക്കുഴിക്കാണേ നമുക്ക് പോകുന്നത് നേരെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുന്ന് താഴേക്ക് കിടക്കുന്ന വഴി വണ്ണപ്പുറത്തേക്കും. നമ്മളിപ്പം ഈ ഡയറക്ഷനിൽ നിന്നാണ് വന്നത് കേട്ടോ, പഴയരിക്കേണ്ട ഭാഗത്തു നിന്ന്. അപ്പോൾ ആ വണ്ടി കയറി വന്നിട്ടില്ല, ജീപ്പ്, അതൊക്കെ ആ ഗ്രാമത്തിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. അവിടേക്ക് മെയിനായിട്ടും ജീപ്പ് സർവീസാണുള്ളത്, ബസ്സൊന്നും അവിടേക്ക് ഇല്ല കേട്ടോ. ഇവിടെ കുറേ എല്ലാ പാർട്ടികളുടെയും കൊടിമരങ്ങളൊക്കെ കാണാം. ഈ കുരിശുപള്ളിയുടെ പള്ളി എവിടെയാ? പഴയരിക്കണ്ടത്താ അല്ലേ? ഇത് ഇവിടെ പഴയൊരു ടിപ്പറൊക്കെ കൊണ്ട് നിർത്തിയിട്ടുണ്ടേ, അത് മൊത്തം പോയതാണ്. അതുപോലെ ഇവിടെ ഒരു വീട് കാണാം. ഇവിടെ ഒരു ചേച്ചിക്ക് ഒരു ചെറിയൊരു കടയുണ്ട്, പെട്ടിക്കട. ഇവിടുന്ന് മക്കുവള്ളിയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 4 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? ഈ മക്കുവള്ളിയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ വനത്തിനുള്ളിലൂടെ പോകണം അല്ലേ? അല്ലാതെ വേറെ വഴിയില്ല? വേറെ വഴിയില്ല അല്ലേ? ഒറ്റ വഴിയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ മക്കുവള്ളി ചെന്നാൽ അവിടെ കടകളൊക്കെ ഉണ്ടോ? അവിടെ കടകളൊക്കെ ഉള്ളല്ലേ? നല്ലൊരു അതാണ് പ്രത്യേകത. ഓക്കെ. ചേച്ചിയുടെ പേരെന്നാ? എൻ്റെ പേര് സല്ലമ്മ. ഇവിടെ കട നടത്തുക അല്ലേ? മൊത്തം എത്ര കടകളുണ്ട് ഇവിടെ? 3 കടകളുണ്ട്. ഇവിടെ കപ്പയാണോ മെയിനായിട്ടും? ഈ വനം അടുത്തുള്ളതുകൊണ്ടല്ലേ? വേറെ മൃഗങ്ങളൊക്കെ ഇറങ്ങും അങ്ങോട്ട്? ഇല്ല, ഉള്ളൂ. ഓ ശരി ശരി. അതെ അല്ലേ? ഇവിടുത്തെ റോഡ് കണ്ടില്ലേ, ടാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് ഒത്തിരി വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ജനവാസ മേഖല തന്നെയാണേ. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു ബൗണ്ടറിയിലാണ് ഈ ഒരു ഗ്രാമം മൈലപ്പള്ളി വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന മക്കുവള്ളി ഫോറസ്റ്റിൻ്റെ അകത്തുനിന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ ചെന്നിട്ടാണ് ആ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ. ഇവിടെ താമസമില്ലാത്തൊരു വീട് കാണാവേ. ഈ സൗകര്യങ്ങളുടെയൊക്കെ പരിമിതികൾ കാരണം ഇട്ടേച്ച് പോകുന്നതായിരിക്കും. ഇതൊക്കെ ഇപ്പം വഴിയുടെ ഒരു അവസ്ഥ ഉണ്ടോ. പിന്നെ ഇങ്ങനെ ആയിരിക്കും വഴി മുന്നോട്ട് ഏറെക്കുറെ എന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെയൊക്കെ റബ്ബറുണ്ട് കേട്ടോ, ധാരാളം റബ്ബർ കൃഷി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
ജാതിയുണ്ട്. അങ്ങനെ മലമ്പ്രദേശത്ത് കാണുന്ന കൃഷികളൊക്കെ തന്നെയാണ് ഇവിടെ മെയിനായിട്ടും ഉള്ളത്. അതായത് മേളിലേക്ക് ഒരു വഴി കാണട്ടോ, അതൊക്കെ ഓരോ പറമ്പുകളിലേക്കൊക്കെ പോകുന്നതാണേ. അവിടെ ഒരു പ്ലാവ് കാണാം, നിറയെ ചക്കയൊക്കെ അയച്ചു കിടക്കുന്നത് കണ്ടില്ലേ. എല്ലാ തരത്തിലുള്ള കൃഷികളും ഉണ്ട്. കൊക്കോയുണ്ട്, കാപ്പിയുണ്ട്, അതുപോലെ ഏലം കാണാം. അങ്ങനെ നമ്മൾ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഇത് വേളൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി മക്കുവള്ളി ഗ്രാമം എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മൾ ഈ വനത്തിനുള്ളിലൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ റോഡൊക്കെ നോക്കി, വനത്തിനുള്ളിലൂടെ പോകുന്ന റോഡൊക്കെ നല്ല കട്ട ഓഫ് റോഡാണ് കേട്ടോ. അതുപോലെ തന്നെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പം നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. ഈ വനത്തിനുള്ളിലേക്ക്, അതായത് ഈ റോഡിലൂടെയൊക്കെ സഞ്ചരിക്കുന്നവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. വനത്തിനുള്ളിലേക്ക് കയറാതിരിക്കുക. അങ്ങനെയൊക്കെ കാരണം കണ്ടു കഴിഞ്ഞാൽ ഫോറസ്റ്റുകാരെ ശ്രദ്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഫൈൻ അടിച്ച് കയ്യിലേക്ക് വരും കേട്ടോ. അതുമാത്രമല്ല, വനത്തിനുള്ളിൽ കയറുന്നത് ശരിയല്ല, മൃഗങ്ങളുണ്ടാവും. അങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ നിബന്ധനകളൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ഒരു കിട്ടിലൻ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. അടിപൊളി. ഓക്കെ, വലിയ മലനിരകൾ, താഴെ ആ കാണാനായിരിക്കും മിക്കവാറും മക്കുവള്ളി ഗ്രാമം അല്ലേ. അവിടെ പാടശേഖരങ്ങളൊക്കെ നമുക്ക് കാണാമല്ലോ. ഇതാ ഗ്രാമത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരു ജീപ്പും അതുപോലെ ഓട്ടോറിക്ഷകളൊക്കെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് കേട്ടോ. പിന്നെ അവിടെ ഉള്ളവർക്ക് വാഹനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് അവർ പുറം ലോകമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കാണാം ആ റോഡ് വളഞ്ഞ് പൊളഞ്ഞ് മുന്നോട്ട് പോകുന്നത് കണ്ടില്ലേ. കോൺക്രീറ്റ് ഇട്ട വഴിയാന്ന് തോന്നുന്നു. പിന്നെ താഴെയൊക്കെ നമുക്ക് ധാരാളം വീടുകളൊക്കെ കാണാം കേട്ടോ. ആ ഓഫ് റോഡ് വഴി കുറച്ച് ദൂരം വന്നാൽ വീണ്ടും നമുക്ക് കോൺക്രീറ്റ് റോഡ് കിട്ടുമേ. ഇതൊക്കെ നല്ല കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല വളവുകളൊക്കെയാണ് കണ്ടില്ലേ. അങ്ങനെയാണ് ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇത് ഇവിടെ ഒരു മരം നോക്കേ, മരത്തിന് മന്ത് പിടിച്ചേക്കുന്ന പോലെ. എന്താണ് സംഭവം? ഒരു കായ പോലെ അല്ലേ. കേട് സംഭവിച്ച് അങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. കണ്ടോ, അതങ്ങനെ ചുറ്റിനുമുണ്ട്. ഈ ആമയുടെ ഒക്കെ തോട് കമത്തി വെച്ചേക്കുന്ന പോലെയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഒറ്റ തടിയായിട്ട് വളർന്നു പോവാണ് കേട്ടോ. എന്ത് മരമാണെന്ന് വലിയ പിടിയൊന്നുമില്ല. അവിടെ നോക്കാനായിട്ട് അതിൻ്റെ അത് കയറി കഴിഞ്ഞാലേ കവറേജ് ഇല്ല കേട്ടോ, നെറ്റ്വർക്ക് കവറേജ് ഒന്നുമില്ല. വനത്തിനുള്ളിൽ കാട്ടുമൃഗങ്ങളെ ഒന്നും കണ്ടില്ലെങ്കിലും എന്തേ ഒരു നാട്ടുമൃഗം കണ്ടോ. മക്കുവള്ളി ഗ്രാമത്തിൽ ഏതോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പൂച്ചയാണേ. ഇവനെന്താണ് ഈ വനത്തിൽ കാര്യം? ഇവിടെ വാടാ. അപ്പോൾ മക്കുവള്ളി എന്നത് ഒരു ഐസൊലേറ്റഡ് വില്ലേജ് ആണ്. പുറം ലോകത്തുനിന്ന് ദൂരെ ആയിട്ട് മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്. ഇത് ചെറിയൊരു വഴിയാണ്, ആ ഒരു ഗ്രാമത്തിലേക്ക് എത്താനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വഴിയാണ്. ആ ഗ്രാമത്തിലുള്ളവരാണ് കൂടുതലും ഇതിൽ സഞ്ചരിക്കുന്നത് കേട്ടോ. പുറമേ നിന്നൊക്കെ വരുന്നവർ വളരെ കുറവാണ്. പിന്നെ വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും തീരെ കുറവാണ് ഇതിൽ പോകുന്നത് കേട്ടോ. അങ്ങനെ വനത്തിനുള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ ആ ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഇവിടെ നോക്കി റബ്ബർ തോട്ടങ്ങളാണ്. അതുപോലെ തന്നെ റബ്ബറിൻ്റെയൊക്കെ താഴെയായിട്ട് ഏലം കൃഷി ചെയ്തേക്കുന്നുണ്ടല്ലേ. ഇതിങ്ങനെ സാധാരണ കാണണമല്ലോ, റബ്ബർ തോട്ടത്തിലൊക്കെ ഏലം നടുവോ അല്ലേ. ഇങ്ങനെ ഉള്ള സ്ഥലമൊക്കെ ഒരു മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് പല രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും അത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ മക്കുവള്ളിയിൽ പ്രധാനമായിട്ടും നെൽകൃഷി തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വനത്തിനുള്ളിൽ ഇത് ഇങ്ങനെ ഒരു ഗ്രാമമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുമോ അല്ലേ. ഓക്കെ, അതും പാടശേഖരങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രാമം കണ്ട. ഇവിടെ നെൽകൃഷിക്ക് ഇനി ഇറക്കുന്ന ടൈം ആകുന്നേ ഉള്ളൂ. നല്ലൊരു പ്രദേശമാണ് കേട്ടോ. മഴ വരാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണേ. കാർമേഘങ്ങളൊക്കെ നോക്കിയാൽ മാനത്ത്. അപ്പോൾ അവിടെ വലിയൊരു മല കാണാം. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഗ്രാമത്തിൽ വീടുകളൊക്കെ വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഏലച്ചെടികൾ കണ്ടില്ലേ, റബ്ബർ തോട്ടത്തിൻ്റെ ഉള്ളിലായിട്ട്. അതിൻ്റെ ചുവടൊക്കെ നോക്കി കിളച്ച് പിറക്കി നല്ല പോലെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ചെറിയ കൈത്തോടുകളൊക്കെ നിർമ്മിച്ച്, ഈ മഴക്കാലമല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ വെള്ളമൊക്കെ കൃത്യമായിട്ട് അരുവികളിലേക്കൊക്കെ ഒഴുകി പോകാനായിട്ട് ചെയ്തേക്കുന്നതാണേ. എന്തായാലും മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ. കാരണം നമ്മൾ അത്രയും നേരം ആ വനത്തിനുള്ളിലൂടെ പോകുന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക്, ഒരു തുറസായ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴുള്ളൊരു ഫീൽ, അത് ഇത്ര നല്ല അടിപൊളി കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് കണ്ട് കോൺക്രീറ്റ് ചെയ്തേക്കുന്ന റോഡാന്ന് തോന്നുന്നു. കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെള്ള കളറിൽ. അത് നോക്കി ജീപ്പ് കണ്ടോ, ജീപ്പുകൾ, ഇതുപോലെയുള്ള ജീപ്പുകൾ ഒത്തിരി സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. ഇവിടെ ഈ മഴയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് കൃഷി ഇറക്കില്ലേ, അങ്ങനെ ഞാറൊക്കെ നട്ട് അതിങ്ങനെ ഏകദേശം ഒരു പരുവായി നിൽക്കുന്ന ഒരു പച്ചപ്പുള്ള ടൈമില്ലേ, അന്നേരം വരണം അല്ലേ. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നോക്കി ഈ പാടശേഖരങ്ങളിലൊക്കെ പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണേ. അവിടെ ഒരു എരുമേനെയൊക്കെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് പുല്ലൊക്കെ തിന്നാനായിട്ട്. അതുപോലെ തന്നെ അവധിക്കാലത്തിൻ്റെ അവശേഷിക്കുന്ന ഓർമ്മകളായിട്ട് ദേ ഇവിടെ ഒരു ഫുട്ബോൾ കോർട്ടൊക്കെ നമുക്ക് കാണാം കേട്ടോ. പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ അധികം ദിവസമൊന്നും ഇല്ലല്ലോ. അതുപോലെ ഇതിലൊരു തോടൊക്കെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ.
മഴക്കാലത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് തന്നെ മിക്ക തോടുകളിലും വെള്ളമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. തോട്ടിൽ വലിയൊരു പാറ കാണാം. അതുപോലെ തന്നെ വലിയൊരു തടി കണ്ടില്ലേ, ഒരു മരം അങ്ങനെ ഏതോ ഒരു കാലത്ത് ഒഴുകി വന്ന് കിടക്കുന്നതാണെന്ന് തോന്നുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് വർഷം ആയെന്ന് തോന്നണം കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു ഫോസിലൊക്കെ പോലെ തോന്നുന്നുണ്ട്. അത് മുന്നോട്ട് പോകാൻ പറ്റാതെ അവിടെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ഈ റോഡ് അറിയപ്പെടുന്നത് മൈലപ്പുഴ മക്കുപള്ളി റോഡെന്നാണ്. അപ്പോൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 75 ലക്ഷം രൂപ ഈ റോഡിൻ്റെ കൂടുതൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നല്ല നിലവാരത്തിൽ തന്നെ ഈ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും മെയിൻ റോഡ്. ഈ റോഡ് കൂടാതെ തന്നെ പല വഴികളും ഈ ഗ്രാമത്തിൻ്റെ പല ഭാഗത്തോടെയും കടന്നു പോകുന്നതാണ് കേട്ടോ. ഇതൊരു വഴിയാണ്. ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്, നിരപ്പ് കണ്ടത്തിൽപ്പടി പാലം. ശ്രീ K. ഫ്രാൻസിസ് ജോർജ് FBയുടെ പ്രാദേശിക വികസന ഫണ്ട് 3.5 ലക്ഷം രൂപ വിനിയോഗിച്ച് 2001 നിർമ്മിച്ച റോഡാണ്. എന്തായാലും ഇതോടെ കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ആ തോടൊഴുകിയത് ഈ പാലത്തിൻ്റെ അടിയിലൂടെ വന്ന് ഇതിവിടെ സംഗമിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ഒരു തോടൊഴുകി വരുന്നത് കേട്ടോ. അങ്ങനെ താഴേക്ക് ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ കണ്ട പോലെ ഒരു തടി കഷ്ണം എന്താ ഇവിടെയും കിടക്കുന്നുണ്ടേ. അതൊക്കെ കാലങ്ങളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ വനത്തിൽ നിന്നൊക്കെ ഈ വലിയ മഴയൊക്കെ പെയ്തേ അങ്ങനെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഒഴുകി വന്ന് കിടക്കുന്നതായിരിക്കാം. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ നല്ല കാഴ്ചകളൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നത് കേട്ടോ. ചുറ്റും വലിയ മലനിരകളും വനവും അതുപോലെ തന്നെ ആ മലനിരകളുടെയൊക്കെ താഴെ ഒരു തളിക വെച്ചേക്കുന്ന പോലെയാണ് ഈ മക്കുപള്ളി ഗ്രാമം ഉള്ളത്. അപ്പോൾ ഈ ഗ്രാമത്തിലെ ചേച്ചിമാരാണ്. നിങ്ങൾ പണിക്ക് പോയതായിരുന്നോ? എന്നാ പണിയാ? തൊഴിലുറപ്പിൻ്റെ എല്ലാ ദിവസവും ഉണ്ടോ? എവിടെ പോകുന്നത്? ഇവിടെ തന്നെയാണോ? അതെ അല്ലേ. നിങ്ങളെല്ലാവരും ഇവിടെയാണോ താമസിക്കുന്നത്? ഇവിടെ എത്ര വീടുകളുണ്ട്? 80 വീടുകളേ ഉള്ളൂ അല്ലേ? താമസമുള്ള 80? അങ്ങനെ താമസം ഇല്ലാത്തതുണ്ടോ? മൊത്തം 150 വീടുകൾ, അതിൽ 80 വീടുകളാണ് താമസമുള്ളൂ അല്ലേ? ഓ ശരി ശരി. അതിന് ഇവിടുന്ന് പോകാനുള്ള കാരണം? അങ്ങനെ വഴിയുടെ സൗകര്യക്കുറവ് അല്ലേ? നേരെ അവിടെ നിങ്ങൾ എത്തിപ്പെടണമെങ്കിൽ അല്ലേ? സൗകര്യക്കുറവ്. അതെ അല്ലേ? ആയിക്കോട്ടെ, വീഡിയോയിൽ പ്രത്യേകം പറഞ്ഞേക്കാം. അപ്പോൾ ഇവർക്ക് റോഡാണ് പ്രധാനം കേട്ടോ. പിന്നെ വഴിയാണ് അത്യാവശ്യം എന്ന് പറയുന്നത്. വഴിയാണല്ലോ വേണ്ടത് നമുക്ക്. ഉണ്ടോ? ഞാൻ വരാം. ഇവിടെ സൂര്യകാന്തി പൂക്കളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. എവിടെ ചേച്ചി? അവിടെയാ? ഓക്കെ അതൊന്ന് കാണണല്ലോ. അത് കൃഷി ചെയ്തേക്കുന്നതല്ലേ? അതെയോ? അത് ഇവിടുന്ന് കാണാം കേട്ടോ. അങ്ങോട്ട് വഴിയുണ്ടോ? പോവാൻ? അതെയോ? ശരി ശരി. ഒത്തിരി പറമ്പുകളൊക്കെ ഉണ്ടല്ലേ? ഈ ഇവിടെ താമസം നിർത്തി പോയവർക്കൊക്കെ സ്ഥലങ്ങൾ ഇപ്പോഴും ഇല്ല ഇവിടെ? അവർ വരും ഇവിടെ? ഓക്കെ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സൂര്യകാന്തി പാടം. കുറച്ചേ ഉള്ളൂ അല്ലേ? ഇവരിങ്ങനെ ഈ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടതാണ് കേട്ടോ. കണ്ടില്ലേ? അത് മൊത്തം അതിൻ്റെ ആ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഒന്നും ആയിട്ടില്ല. അത് ഇങ്ങനെ നല്ലപോലെ ഉണങ്ങി കഴിഞ്ഞാലാണ് അതിൻ്റെ വിത്ത് പാകമാകുള്ളൂ. എല്ലാം തന്നെ പൂ കണ്ടില്ലേ? അത് കൊഴിഞ്ഞു പോയി. അപ്പോൾ ഇതെന്തായാലും ഇവിടെ വളരുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യേ അടുത്ത വർഷം. കാരണം ഇതിന്നേ ഇതെടുത്തു കഴിഞ്ഞാൽ എണ്ണയ്ക്ക് അതറിയാറുന്നല്ലോ. ഓക്കെ ഇവിടെ ഒത്തിരി സ്ഥലമുണ്ട് കേട്ടോ നടാനായിട്ട്. കണ്ടില്ലേ? ചെറിയൊരു സൂര്യകാന്തി പാടം. ഇതാണ് ചേച്ചിയുടെ വീട്? ഓക്കെ. ചേച്ചി താമസിക്കുന്നത് ഇവിടെയാണേ. കൊക്കോ ഉണ്ടല്ലോ ഇവിടെ, കൊക്കോ. ഇതൊക്കെ ചേച്ചിയുടെ പറമ്പാണോ? അതെ അല്ലേ? ഇവിടെ സ്ഥലത്തിനൊക്കെ വില എങ്ങനെയുണ്ട്? നല്ല വിലയായോ? ഈ വഴിയുടെ സൗകര്യം ഇല്ലായിട്ട് പോലും. എന്നാലും ഏകദേശം സെന്റിനൊക്കെ എന്നാ ഉണ്ട്? 70,000 രൂപ 80,000 രൂപ ആയിരിക്കും അല്ലേ? ശരി ശരി. എന്തായാലും നല്ല സൗകര്യങ്ങളൊക്കെ വരട്ടെ. അതെ. ഇവിടെ ഈ ടൂറിസത്തിനും ഹോപ്പുണ്ടല്ലേ? ടൂറിസം അവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ശരി ശരി. മോളുടെ പേരെന്നാ? നിരഞ്ജന. എത്രല്ല പഠിക്കുന്നത്? മോടെ വെച്ചാണ്. 2ല്. സ്കൂൾ തുറക്കാറായല്ലോ. എന്നാ ശരി, പൊക്കോട്ടെ. വേണ്ട, പോയേക്കുക. മഴ വരും. മഴ വന്നതിന് മുമ്പേ വനം കടന്ന് പോകണ്ടേ. അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡ് ഞാൻ പറഞ്ഞില്ലേ ഈ ഇടയ്ക്ക് ചെയ്തതാണ്. അതിൻ്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അതെ, ഇവിടെ വന്നിട്ടങ്ങ് അവസാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണേ. നോക്കേ, ഇവിടെ കറക്റ്റ് ഒരു എഡ്ജൊക്കെ എടുക്കാനായിട്ട് പലകയൊക്കെ നിരത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി മുന്നോട്ട് നടന്നു പോയി കഴിഞ്ഞാൽ കുറേ കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. നമുക്ക് നടന്ന് കണ്ടിട്ട് വരാം. വണ്ടിയും കൊണ്ട് ഇനി പോകുന്നില്ല. ഇത് പണി തുടങ്ങിയിട്ട് എത്ര ദിവസമായി? ഇന്ന് തുടങ്ങിയുള്ളൂ. ഇവിടെ വരെ നിർത്തിയിട്ട് ബാക്കി പണിയുന്നതാണ് അല്ലേ? അതെയോ? രണ്ട് കോൺട്രാക്ടർമാരാണ് എടുത്തേക്കണേ.
ഇവിടെ എല്ലാ തരത്തിലുള്ള കൃഷികളും ചെയ്യും കേട്ടോ. അതുകൊണ്ടല്ലേ കമുക് നട്ടേക്കുന്നത്. അത് ഈ ഗ്രാമത്തിൽ നമുക്ക് പല സ്ഥലത്തായിട്ട് കാണാം കമുക് കൃഷി ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കണ്ടോ, ഈ പർപ്പിൾ കളറിലുള്ള പുല്ല് പശുവിനെ കൊടുക്കാനായിട്ട് നട്ടേക്കത്താണ്. അതിൻ്റെ ഈ കളർ കൊണ്ട് പച്ചയുണ്ട്. ഈ ഗ്രാമത്തിൽ ഒരുപാട് ക്ഷീര കർഷകരുണ്ട്. ഹൈ റേഞ്ചിൻ്റെ താരം കിടക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ കുറേ ജീപ്പുകൾ ഈ ഗ്രാമത്തിലുണ്ട്. അപ്പോൾ ഈ ജീപ്പുകളിലൊക്കെ കയറിയിട്ടാണ് ഈ ഗ്രാമീണരൊക്കെ പുറത്തേക്ക് പോകുന്നത്. അപ്പം ഇത് മെയിനായിട്ടും അങ്ങനെ സർവീസ് നടത്തുന്ന ജീപ്പുകളല്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഒത്തിരി ക്ഷീര കർഷകരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എത്തിക്കാനും പിന്നെ ഈ പാല് ഒക്കെ കറന്നിട്ട് സൊസൈറ്റികളിലൊക്കെ എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ജീപ്പുകളാണ് കൂടുതൽ. പിന്നെ ഇത് സർവീസിന് വേണ്ടി, അതായത് ഈ ജീപ്പ് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇവിടെയുള്ള ആളുകൾ അത് കയറി പഴയ കണ്ട ഭാഗത്തേക്ക് പോകും. 50 രൂപയാണ് ചാർജ് ചെയ്യുന്ന ഒരാൾക്ക്. അപ്പോൾ അങ്ങനെ ഈ ജീപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഓട്ടോറിക്ഷകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഈ ഗ്രാമത്തിലുള്ളവർക്ക് കാറുകളുള്ളവരുണ്ട്, ബൈക്കുകളുള്ളവരുണ്ട്. ബസ് ഇപ്പോൾ നിലവിലില്ല എന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അതോടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായേനെ. ആ ഒരു റോഡിൻ്റെ പ്രശ്നമാണ്. വനത്തിനുള്ളിലൂടെ വരുന്ന ഒരു ഓഫ് റോഡ്, അതിലേക്ക് ബസ് കയറി സർവീസ് അങ്ങനെ നടത്തില്ലല്ലോ വഴി ശരിയാവാതെ. അതോടെ ഒന്ന് ക്ലിയർ ആയിക്കാൻ ചിലപ്പം ഫ്യൂച്ചറിൽ ബസ് സർവീസുകളൊക്കെ വന്നേക്കാം അല്ലേ. ഇത് ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ടേ. സെൻറ്റ് ജോർജ് ചർച്ച് മക്കുവള്ളി, ഇടുക്കി രൂപതയുടെ പള്ളി. 1994 സ്ഥാപിതമായ പള്ളിയാണേ. കണ്ടോ, ചെറിയൊരു പള്ളിയാണ് കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ പള്ളിമുറ്റത്ത് എന്തൊക്കെയോ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം പണികളാണല്ലോ നടക്കുന്നത്. റോഡിൻ്റെ പണി നടക്കുന്നു. ഇവിടെ എന്താണ് ചെയ്യുന്നത്? എവിടെയാ മലയുടെ ഒരു സൈഡിൽ നിന്ന് ഇടിച്ചെടുത്തിട്ട് അവിടെയൊക്കെ കെട്ടിയെടുക്കാനായിരിക്കും. പള്ളിയുടെ മുൻപിലായിട്ട് ഇവിടെ ഒരു കൽക്കുരിശുണ്ട്. കണ്ടോ, നല്ല മനോഹരമായൊരു പള്ളിയാണ്. ഇതിന് മേളിൽ ചെറിയൊരു സിമിത്തേരിയൊക്കെ ഉണ്ടേ. അപ്പോൾ ഈ പള്ളിമുറ്റത്ത് വേറൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നുമല്ല, സൂര്യകാന്തി ചെടികളാണ്. അത് കുറച്ചേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ്. അപ്പോൾ ഇത് കൃഷി ചെയ്യാനുള്ള നല്ലൊരു സാധ്യതയുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ടുള്ള കൃഷികൾ വിട്ട് അങ്ങനെ അധികം പരീക്ഷണങ്ങൾ ചെയ്യാറില്ലല്ലോ. ഇതൊക്കെ നട്ടു നോക്കുക, വിജയിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇത് കണ്ടോ, ഇത് നോക്കി, ഇവിടെയൊക്കെ കപ്പ നട്ടേക്കുന്ന കാണാം. അങ്ങനെ അധികം സ്ഥലങ്ങളൊന്നും വെറുതെ വിട്ടിട്ടില്ല കേട്ടോ. മിക്ക സ്ഥലത്തും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ നമുക്കിത് ഇവിടെയും കാണാം കേട്ടോ. ചെറിയൊരു പാടശേഖരമാണ് കാണുന്നത്. ഇതിവിടെ ചെറിയൊരു കടയുണ്ട് കേട്ടോ, ചായക്കടയാണെന്ന് തോന്നുന്നു. ഇവിടെ ഈ റോഡൊക്കെ പണിയുന്ന പണിക്കാർ ഒരു ഉച്ചയ്ക്ക് ചോറുണ്ണാനായിട്ട് ആ കടയിലേക്ക് കയറുന്ന കാണാം. അതേ അവർ കൊണ്ടുവന്നേക്കുന്ന ഭക്ഷണം അവിടെ വെച്ച് കഴിക്കുന്നതാണോ? അല്ല കേട്ടോ, ഒരു ചായക്കടയാണേ. ഇവിടെ ഉച്ചഭക്ഷണം എല്ലാം ഉണ്ടോ? അത് നിങ്ങൾ കൊണ്ടിരുന്നതാണോ? ആ, ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണോ? അത് എല്ലാ ദിവസവും ഉണ്ടാവില്ലേ? ആ, ഓർഡർ തന്നാൽ മാത്രമേ ഉള്ളൂ അല്ലേ കടയിൽ? ആ, ഊണും സ്പെഷ്യൽ മീനൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ, മീൻ വറുത്തുണ്ട്. ആ, എന്തായാലും ഊണ് കഴിക്കാനല്ലോ. അതെ, എല്ലാം വേണം അല്ലേ. എല്ലാ ദിവസവും ഇല്ല, ഈ പണിക്കാരുള്ളപ്പോഴുള്ളോ? അന്നേരം ഉള്ളൂ അല്ലേ? അല്ല, ആള് കുറവല്ലേ. ഈ കണ്ടത്തിലെല്ലാം ബന്ധിപ്പൂക്കൾ, അങ്ങനെയുള്ള പൂക്കൾ കൃഷി ആദ്യമായിട്ട് മക്കുവള്ളിയിൽ തുടങ്ങുവാണ്. ഇനി തുടങ്ങാൻ പോവാണോ? അപ്പോൾ ഈ സൂര്യകാന്തി പൂക്കൾ ഒരുപാട് ആളുകൾ ദിവസേന വരുമായിരുന്നു. അവിടെ നിങ്ങൾ അത്രയല്ലേ ഉള്ളൂ? കഴിച്ചായിരുന്നു. ഇവിടുന്ന് കുറച്ച് ദൂരം വേറെ ഉണ്ടോ? പാടമുണ്ടോ? അവിടെ ആയിരുന്നു പാടം. പൂവിന്റെ സീസൺ കഴിഞ്ഞു. ഓ ശരി. ഇനി അവര് വ്യാപകമായിട്ട് കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടതൊക്കെ ഇനി ജമന്തി പൂക്കള്, മുല്ലപ്പൂക്കള്, ഇതിനെല്ലാം അനുയോജ്യമായ പ്രകൃതി, അതെല്ലേ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വെള്ളമുണ്ട്. അപ്പൊ അങ്ങനെ നടാനൊരു പദ്ധതി ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ നേരത്തെ ഇവിടെ സൂര്യകാന്തി പാടം വലിയ രീതിയിൽ ഉണ്ടായിരുന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ കാണാൻ പറ്റില്ല. ചെന്നാല് ഇപ്പൊ ഇല്ല, സീസൺ കഴിഞ്ഞു. അപ്പൊ അതിന്റെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിനാണ് ഇവിടെ ചെറിയ രീതിയിലൊക്കെ നട്ടേക്കുന്നല്ലേ? അപ്പൊ എന്തായാലും ചെയ്യും, നല്ല രീതിയിൽ ചെയ്യേ. നമുക്ക് കാണാം ഈ ഗ്രാമത്തിൽ വൈദ്യുതി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വൈദ്യുതിക്ക് വന്നിട്ട് ഒരുപാട് വർഷം ആയതാണ്. ഈ ഫോറസ്റ്റിന്റെ ഉള്ളിലൂടെ കേബിളിൽ കൊണ്ടുവന്നിട്ട് ഈ ഫോറസ്റ്റ് കഴിയുമ്പോഴാണ് ഇങ്ങനെ പോസ്റ്റുകൾ നാട്ടിയിട്ട് ഈ ലൈൻ വഴി കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചിലവുണ്ട്. ഓരോ വീടുകളിലേക്കും വൈദ്യുതി എത്തിക്കാനായിട്ട് നല്ല ചിലവ് എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് കൊണ്ടുവരത്തില്ലല്ലോ, ഈ വനം ഉള്ളതുകൊണ്ട് തന്നെ. ഇതിങ്ങനെ ചെറിയ കടകളൊക്കെ, അതൊന്നും തുറന്നിട്ടൊന്നുമില്ല. ഇതൊരു കടയായിരുന്നു അല്ലേ? ഇപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് അതിൻ്റെ മട്ട് ഭാഗം കണ്ടിട്ട് നിലവിലെന്തായാലും അതങ്ങനെ അടച്ചിട്ടേക്കുവാണ്. ഇവിടെ ഒരു കട കാണാം കേട്ടോ. ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഇപ്പം. അതൊരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ കാണാവേ. അവിടെ ഒരു കുരിശ് കാണാം നമുക്ക്. അയ്യോ, മഴ ദേ എപ്പോൾ വേണമെങ്കിലും പെയ്യാം കേട്ടോ. ആ ഒരവസ്ഥയിലാണുള്ളത്. ഈ വഴികൂടെ ഒന്ന് പണിത് കഴിഞ്ഞാൽ ഇവർക്ക് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ആയെന്ന് തന്നെ പറയാവേ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വീടുകളൊക്കെ ധാരാളമുണ്ട് ഈ ഗ്രാമത്തിൽ. വീടിൻ്റെയോട് ചേർന്ന് തൊഴുത്തുകളെ കാണാം. അപ്പോൾ പശുക്കളെയൊക്കെ വളർത്തിയും
കൃഷിപ്പണികളൊക്കെ ചെയ്താണ് ഇവിടെയുള്ളവരൊക്കെ ജീവിക്കുന്നത്. എന്തായാലും നല്ലൊരു പ്രദേശമാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. ഈ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് വളരെ സമാധാനത്തോടു കൂടി താമസിക്കാൻ പറ്റിയ ഒരു ഗ്രാമം തന്നെയാണ്. കുറച്ച് സൗകര്യങ്ങളുടെ കുറവുണ്ട്, അതോടെ എത്തിക്കഴിഞ്ഞാൽ സുഖമായിട്ട്. വലിയ പ്രകൃതിക്ഷോഭങ്ങളൊന്നും സംഭവിക്കുന്ന ഒരു ഏരിയ അല്ല എന്ന് തോന്നുന്നു. ഇതൊക്കെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് കാണാം കേട്ടോ. ഇത് വെയിറ്റിംഗ് ഷെഡല്ലേ? ഈ ബസ് സർവീസ് ഇല്ലാത്ത ഗ്രാമത്തിലേക്ക് എന്തിനാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്? അതുപോലെ തന്നെ വനസംരക്ഷണ സമിതിയുടെ ഒരു ഓഫീസൊക്കെ അതെ ഇവിടെ കാണാം, പച്ച കളറിൽ അടിച്ചേക്കാണ്ടില്ലേ. നമ്മൾ മുമ്പ് കണ്ട പോലെ ഒരു പഴയകാല കട അതെ ഇവിടെ കാണാം കേട്ടോ. അതും തുറന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ. എന്താണ് ഈ കടകളൊന്നും തുറക്കാത്തത്? അത് കടയാണോ അതോ പാൽ സൊസൈറ്റിയാണോ? അതിൻ്റെ മുന്നിൽ പാല് കൊണ്ടിരുന്നൊരു പാത്രമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടേ. ഇവിടെ ഈ ഗ്രാമത്തിൽ വീടുകളൊക്കെ വളരെ കുറവല്ലേ, അതുകൊണ്ട് തന്നെ കടകളിലൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ചിലവാകില്ല. കടയുടെ മുൻപിലായിട്ടൊരു മരബെഞ്ചും ഒരു മേശയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഗ്രാമത്തിലുള്ളവരൊക്കെ ഒന്ന് പത്രമൊക്കെ വായിക്കാനും വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാനൊക്കെ ആയിട്ട് കൊണ്ടു വെച്ചേക്കണായിരിക്കും അല്ലേ. ഇവിടെ ഒന്നും ആരും കാണുന്നില്ല കേട്ടോ. അതിൻ്റെ മുന്നിൽ വലിയൊരു മലയെ കാണാം. എൻ്റെ പേര് ജോസഫ്. എന്നെ വിളിക്കുന്നത് കുഞ്ഞെന്നാണ്. കുഞ്ഞു പിള്ളേർ വരെ എന്നെ കുഞ്ച എന്ന കുഞ്ചന്റെ ചായക്കട. കച്ചവടമൊക്കെ ഉണ്ട്, ന്യായമായ കച്ചവടമുണ്ട്. ഇവിടെ കുറെ കടകളൊക്കെ ഉണ്ടല്ലോ, തുറക്കാത്ത കാരണം എന്താ? അത് തുറക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉച്ച സമയത്ത് അങ്ങനെ ആൾക്കാരുടെ വരവ് ഇല്ല. ഒരു രാവിലെ ഒരു 7 മണി മുതൽ 9 മണി വരെയും പിന്നെ ഒരു 3:30 മുതൽ 7 മണി വരെയാണ് തുറക്കുന്നത്. സാധനങ്ങളൊക്കെ എന്തൊക്കെ സാധനങ്ങളുള്ളേ? ഇവിടെ ചായക്കടയിൽ എന്തെങ്കിലും ചെറിയ കടികളും ചായ ഉണ്ട്. അപ്പറേ പലചരക്കടയാണ്, അവിടെ എല്ലാവിധ സാധനങ്ങളും വിദ്യാഭ്യാസ സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ മക്കൊള്ളി 4 വശം വനത്താൽ ചുറ്റപ്പെട്ട് നല്ല പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് മക്കുവള്ളി. പിന്നെ കൂടുതലായിട്ട് നെൽകൃഷിയെ ആശ്രയിച്ചാണ് ഇവിടെ ഉള്ള ജനങ്ങളുടെ വാസം. സർസിപ്പിയുടെ കാലത്ത് അലോട്ട്മെൻ്റ് ആയിട്ട് പതിച്ച് കുടിയിരുത്തപ്പെട്ട പ്രദേശമാണ് മക്കുവള്ളി. പിന്നെ കുറേ പേര് ഇവിടെ വികസനമൊന്നും എത്തൂല എന്നുള്ള ഒരു കാരണത്താൽ കടന്നുപോയി, ഇട്ട് ഒഴിഞ്ഞു പോയി. പിന്നെ ഇവിടെ കിടന്നവർ അത് ബാക്കിയുള്ള സ്ഥലമെല്ലാം വെട്ടിപ്പിടിച്ചുണ്ടാക്കിയെടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 10-800 ഏക്കറിനടുത്ത് സ്ഥലം മക്കുവള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയുണ്ട്. മക്കുവള്ളി, മനയത്തടം, കൈതപ്പാറ, മൈലപ്പുഴ പ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് മക്കുവള്ളി വാർഡ്. ഇപ്പം 15-ാം വാർഡാണ്. ആദ്യം 10 ആയിരുന്നു, പിന്നെ 11 ആയി, പിന്നെ 12 ആയി, പിന്നെ 14 ആയി, 15-ാം വാർഡാണ് ഇപ്പം മക്കുവള്ളി. പിന്നെ ഞങ്ങൾക്ക് സ്കൂള് 1 മുതൽ 4-ാം ക്ലാസ് വരെ എൻ്റെ അപ്പൻ 1 ഏക്കർ സ്ഥലവും വേറെ ഒരാൾ 1 ഏക്കർ സ്ഥലം കൊടുത്ത് അങ്ങനെ 2 ഏക്കർ സ്ഥലത്തിൽ ഉൾപ്പെട്ടതാണ് SNLP സ്കൂള്. അതും ഇപ്പം സ്കൂളില്ല, അല്ല കുട്ടികളില്ല എന്ന കാരണത്താൽ അതും നിന്ന് പോയി. ഇപ്പോൾ ആകെയുള്ളൊരു സർക്കാർ സ്ഥാപനം അംഗൻവാടിയാണ് ഉള്ളത്. ഒരു 100-400 പേര് ആകെ ഇവിടെ കാണും മൊത്തം. താമസമൊക്കെ ആരംഭിച്ചിട്ട് എത്ര വർഷമായി? താമസം ആരംഭിച്ചിട്ട് 1946 ഇവിടെ താമസം തുടങ്ങി. അതിനുശേഷം കൂടുതൽ കുടുംബങ്ങളൊക്കെ ഇപ്പം കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കുറേ പാസ്റ്റർമാർ ഉൾപ്പെടെ ഇപ്പം 100 ചില്ലാനും കുടുംബങ്ങളുണ്ട് ഇപ്പം മക്കുവള്ളിയിൽ സ്ഥിരതാമസമായിട്ടുള്ളവർ. പിന്നെ വന്നു പോകുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. ഇവിടെ സ്ഥലം ഉണ്ടായിട്ടും വേറെ ജോലിക്കൊക്കെ ആയിട്ട് പോയി വേറെ താമസിച്ചിട്ട് പിന്നെ വന്നു പോകുന്ന ആൾക്കാർ കുറേ പേരുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കണ്ടല്ലോ, അപ്പോൾ ഇവിടെ ബസ് സർവീസ് നേരത്തെ ഉണ്ടായിരുന്നു. ഒരു 20 ദിവസം ഞങ്ങൾ അന്ന് ഇത്രയും ഒന്നും റോഡിന് സൗകര്യമില്ലായിരുന്നു. അന്ന് വെറും ആടിയോ അലിഞ്ഞ ഉള്ള ഒരു സഞ്ചാരം ഉള്ള ഒരു വഴിയായിരുന്നു. കുത്തുകയറ്റവും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഉന്തി തള്ളിയൊക്കെയാണ് കയറ്റം കയറ്റി വിട്ടുകൊണ്ടിരുന്നതൊക്കെ. ആ ബസ് പഴയരിക്കണ്ടത്തുനിന്ന്. ഈ വഴിയുടെ പ്രശ്നമുള്ളതുകൊണ്ടാണോ വീണ്ടും കൂടെ ബസ് സർവീസ്? ഇനിയിപ്പം അറിയാം, വഴി ഭയങ്കര മല്ലാണല്ലോ, കുത്തുകയറ്റവും നല്ല കൊടും വളവുകളും ഒക്കെയാണ്. ഇപ്പം ഞങ്ങളുടെ എല്ലാം തീവ്രമായ പരിശ്രമം കൊണ്ടാണ് ഇത്രയൊക്കെ വഴി കുറേയൊക്കെ കോൺക്രീറ്റ് ചെയ്യാനും ബാക്കിയുള്ള ഭാഗങ്ങൾ സർക്കാർ തലത്തിലുള്ള കുറേ കോൺക്രീറ്റ് ഭാഗങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 കിലോമീറ്ററും കൂടെ ഞങ്ങൾക്ക് ഈ വനത്തിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് ഞങ്ങൾ ബസ്സൊക്കെ സുഖമായിട്ട് ഇറങ്ങി വരും. ഇപ്പം ഇത് ടിപ്പർ വരുന്നു, ടോറസ് വരുന്നുണ്ട്. ഇവിടെ ഒരു കുറേ അധികം ആൾക്കാർക്ക്, ഒരു 90% ആൾക്കാർക്കും വാഹനങ്ങളുണ്ട് ഇവിടെ തന്നെ. എല്ലാവരും ബൈക്കായി, സ്കൂട്ടിയായി, ഓട്ടോറിക്ഷയുണ്ട്, ജീപ്പുണ്ട്, കാറുണ്ട്, അങ്ങനെ എല്ലാവിധ. പിന്നെ കൃഷികളാണേലും ഏലം, ഗ്രാമ്പു, കൊക്കോ,
വാഴ, റബ്ബർ, കുരുമുളക്, എല്ലാവിധ സാധനങ്ങളും. നെൽകൃഷിയാണ് ഏറ്റവും കൂടുതൽ. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ നെല്ലറ എന്ന് വേണേൽ പറയാം മക്കുവള്ളി. അതാണ് മക്കുവള്ളിയുടെ ചരിത്രം. പിന്നെ ഒത്തിരി ഞങ്ങളുടെ പൂർവ്വന്മാരെല്ലാം കടന്നുപോയി. പിന്നെ പിള്ളേർക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു സന്മനസ്സില്ല. കാരണം അവർക്ക് കൃഷിയെപ്പറ്റി ഒരു ഗ്രാഹ്യവും ഇല്ല. അതുകൊണ്ടാണ് അവർ കടന്നു പോകുന്നത്. അവർ എന്തെങ്കിലും ജോലി കിട്ടുമ്പോൾ അവരങ്ങ് പോകും, അവിടെ പോയി സെറ്റിൽഡായി അവിടെ താമസമാവും. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള കുറേ കാരണവന്മാർ ഇവിടെയുണ്ട്, കടിച്ചു തൂങ്ങി ഇങ്ങനെ കിടക്കുവാണ്. എന്നാലും ജീവിതം നിലവാരം എന്ന് പറഞ്ഞാൽ നല്ല സുഖമായ കാലാവസ്ഥ, ശുദ്ധമായ ജലം, കന്നാരി വളർത്താനും അതുപോലെ മറ്റുള്ള എല്ലാ കൃഷികൾക്കും എല്ലാം നല്ല അനുയോജ്യമായ. ഈ പ്രാവശ്യം ചൂടുണ്ടായെങ്കിലും ഈ മക്കുവള്ളി പ്രദേശത്തെ സംബന്ധിച്ച് ഞങ്ങളൊരു ചൂട് അനുഭവപ്പെട്ടില്ല. ഇത് കുടിയിരുത്തപ്പെട്ടതാണ്. അതാണ് മക്കുവള്ളിയുടെ ചരിത്രം. ഇപ്പം അങ്ങനെ വലിയ ആനയുടെ ശല്യമൊന്നുമില്ല. ആന കുറച്ച് നാൾ, ഒരു 3-4 വർഷം മുമ്പ് ഇവിടെ ഈ അങ്കമ്പാടി ഭാഗത്ത് വരെ ആന വന്ന അത് അതെല്ലാം പിന്നെ ഇപ്പം അങ്ങനെ വലിയ ശല്യമല്ലേ. ഇപ്പം സോളാർ ഫെൻസിങ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അതെല്ലാം ഡാമേജായി കിടക്കുക. പിന്നെ വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറഞ്ഞാൽ മുള്ളംപന്നി, കാട്ടുപന്നി, അങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. കുരങ്ങ്, മരപ്പെട്ടി, നമ്മുടെ കൊക്കോക്കായ്, അങ്ങനെയുള്ള കൃഷികളൊക്കെ നശിപ്പിക്കാറുണ്ട്. കപ്പയിട്ട് കിട്ടുകയില്ല, നെല്ലിനകത്ത് ചാടും, അങ്ങനെയുള്ള കൃഷിനാശമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നേരത്തെ സംബന്ധിച്ച് പ്രളയത്തിന് ശേഷം ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദുരിതമൊന്നും ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് പ്രളയത്തിന് വലിയ നാശം ഉണ്ടായിരുന്നു ഇവിടെ. കുറേ അധികം അങ്ങനെ വലിയ ദുരിതം ഉണ്ടായില്ല ഞങ്ങൾക്ക്. നാമമാത്രമായ കൃഷിനാശങ്ങളൊക്കെ ഒഴിച്ചാൽ വേറെ ഒരു ശല്യമില്ല. സുഖമായ ജീവിതം. ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോൾ കടന്നു വരാറുണ്ട്. ഇഷ്ടംപോലെ ടൂറിസം മേഖല ആണ്. ടൂറിസത്തിന് നല്ല പറ്റി ഇഷ്ടംപോലെ ഒഴുകുംകുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളുണ്ട്. ഈ പ്രാവശ്യമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെയുള്ള ഈ ഗ്രാമത്തിൽ ഇവിടെ ഇപ്പോൾ ടൂറിസം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഇതല്ല. ഈ പ്രാവശ്യം ഒരു സൂര്യകാന്തിയുടെ ഒരു ഇതുണ്ടായിരുന്നു. അത് തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് കണ്ടുപോയി. അതോടനുബന്ധിച്ച് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും വന്നുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ പൂ തീർന്നു പോയല്ലോ, അതുകൊണ്ട് കാഴ്ചയില്ലല്ലോ. പിന്നെ ഒഴുകുംകുത്ത്, പിന്നെ ഈ പ്രകൃതി വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം അത് ഇവിടുന്ന് ഇവിടെ അടുത്താണോ? ഇവിടെ ഒരു 1.5 കിലോമീറ്റർ പോയാൽ മതി. 1 കിലോമീറ്റർ പോയാൽ മതി. മഴക്കാലത്ത് ഇപ്പോൾ വെള്ളമില്ലല്ലോ. പാറക്കെട്ടുകളിൽ കൂടി വെള്ളം ഇങ്ങനെ കുത്തി കുത്തി ചാടി വരുന്ന നല്ല പതഞ്ഞ് ഒഴുകുന്ന നല്ല ദൃശ്യഭംഗിയാണ് കാണാനൊക്കെ. ഇപ്പം കാഴ്ചയില്ല. ഇപ്പം അങ്ങോട്ട് അങ്ങനെ ആൾക്കാരും പോകുന്നില്ല. പിന്നെ കുറച്ച് നാൾ ഫോറസ്റ്റുകളുടെ ഈ ശല്യം കാരണം, ഫോറസ്റ്റുകളുടെ ശല്യമാണ് ഞങ്ങൾക്ക് മെയിനായിട്ട്. കാരണം അവർ ആണ് ഈ റോഡിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ റോഡൊക്കെ നേരത്തെ തീർന്നു പോകേണ്ടതാണ്. അവർ പറയണ ഞങ്ങളുടെ ഇതിനകത്ത് കയറി പണിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തൂമ്പ പോലും കളയ്ക്കാനോ ഇപ്പോൾ നിലവിലുള്ള റോഡ് എങ്ങനെയെങ്കിലും ഒന്ന് കോൺക്രീറ്റ് ചെയ്ത് കിടക്കണമെന്നുണ്ട്. ഞങ്ങൾ ഇനിയിപ്പം ശ്രമദാനത്തിൽ കൂടി അത് പണിത് തീർക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു. അവരുടെ ഒരു മൗന സമ്മതമൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് തീർക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കഴിഞ്ഞു കൂടുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഇടയിൽ നിന്ന് ഊണ് കഴിക്കാൻ പോവുകയാണേ. മീൻ വറുത്തം ഉണ്ടോ? അതെയോ? എന്നാ ചോറ് പണിക്കാർക്ക് അല്ലേ? ശരി ശരി. എന്നാ ഉള്ളതൊക്കെ മതി. ഉള്ളത് കൂട്ടി. ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണോ? താമസിക്കുന്ന കടയുടെ അടുത്താണോ? കുറച്ചപ്പുറം. അപ്പോൾ ചോറൊക്കെ ചേട്ടൻ ചോറും കറികളും എല്ലാം വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന് ഇവിടെ നിന്ന് പിടിക്കുവാണ്. നാടൻ കറികൾ. ചക്കക്കുരുമാങ്ങ. ചക്കക്കുരുമാങ്ങ സാധാരണ ഹോട്ടലുകളിലൊന്നും കിട്ടാത്തതല്ലേ? വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ അല്ലേ? ചക്കക്കുരുമാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൽ ഒഴിച്ച് കഴിക്കാൻ. അവിയലുണ്ട്. അവിടെ ഈ മീനൊക്കെ കൊണ്ടുവരുമോ? മീൻകാർ വരുമോ? ഒരു ഹോട്ടലിൽ നിന്ന് ചോറ് കഴിക്കുന്നവരല്ല, സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്നവരെയാണേ. ആ കറികളൊക്കെ അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന കറികളൊക്കെ. ഇതാരാ ചോറും കറിയൊക്കെ തയ്യാറാക്കുന്നേ? വീട്ടിൽ നിന്ന് കുടുംബം? എല്ലാവരോടും അല്ലേ? ചേട്ടൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? അത് ചോദിക്കാൻ മറന്നുപോയി. എൻ്റെ വീട്ടില് ഞാനും കുടുംബവും 2 പിള്ളേരുമാണ്. രണ്ടുപേരും കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഈ ഗ്രാമത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞ ഈ ഗ്രാമത്തിലെ LP സ്കൂളുള്ള കേട്ടോ. SN LP സ്കൂൾ മക്കുവള്ളി, അടിമാലി ഉപജില്ലയുടെ കീഴിൽ വരുന്ന സ്കൂളാണ്. അപ്പോൾ ഇതാണ് നിലവിൽ സ്കൂളിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കണ്ടില്ലേ, സ്കൂളിൻ്റെ മുറ്റമൊക്കെ നോക്കി
പുല്ലൊക്കെ പിടിച്ച് കിടക്കുന്നത്. കുട്ടികളൊന്നും ഇല്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റൂലേ? നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകളിൽ പിന്നെയും കുഴപ്പമില്ല, കോളേജുകളൊക്കെ കുറേ കോളേജുകളൊക്കെ പൂട്ടിപ്പോയി. കാരണം ഈ +2 കഴിയുമ്പോഴത്തേക്കും പൈസയൊക്കെ ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കും. അങ്ങനെ പഠിക്കാൻ വിദ്യാർത്ഥികൾ ഇല്ലെങ്കിൽ പിന്നെ അത് നടത്തുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കണ്ടോ? ഓ, സ്കൂളിൻ്റെ കണ്ടിട്ട് കൊതിയാവുന്നു ഒരു വട്ടം കൂടെ ഇരുന്ന് പഠിക്കാനായിട്ട്. എന്തായാലും പഠനകാലത്തിൻ്റെ ആ ഒരു സുഖമൊന്നും ലൈഫിൽ ഒരിക്കലും പിന്നീട് തിരിച്ച് കിട്ടില്ല കേട്ടോ. നമ്മുടെ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെയുള്ള മലയോര മേഖലയിൽ വന്നാൽ സാധാരണയായിട്ട് കാണുന്നതാണ് ഇങ്ങനെ താമസമില്ലാതെ കിടക്കുന്ന വീടുകൾ. നമ്മുടെ പല വീഡിയോസിലൊക്കെ ആയിട്ടും കാണിച്ചിട്ടുണ്ട്. ഈ സൗകര്യങ്ങളുടെയൊക്കെ കുറവ് മൂലം പോകുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ വീടും അതുപോലെ തന്നെ പറമ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും കൊടുത്തിട്ടല്ല പോകുന്നത്, അല്ലാതെ വേറെ വീട് എടുത്ത് അങ്ങനെ മാറുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കാണാം നമുക്ക്, ധന്വന്തരി ക്ഷേത്രം. ഇവിടെ മാസത്തിൽ ഒരു ദിവസം മാത്രമാണ് പൂജയുള്ളൂ കേട്ടോ. ഒരു വ്യാഴാഴ്ച ദിവസം മാത്രമാണുള്ളൂ, മാസത്തിൽ ഒരു ദിവസം. അപ്പോൾ ഇതുവഴി നേരെ പോയാൽ അവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അതേ താഴേക്കും ഒരു വഴി കാണാം. ആ മലയുടെ മേളിലൊക്കെ കുറച്ച് വീടുകളുണ്ട്, പിന്നെ കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ കാണുന്നൊക്കെ ഫോറസ്റ്റാണ്, കണ്ടില്ലേ? അപ്പോൾ ഇതാണ് മക്കുവള്ളി ശ്രീ ധന്വന്തരി ക്ഷേത്രം. ധന്വന്തരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ്. ഒരു ദിവസം മാത്രമേ തുറക്കുള്ളൂ, ഒരു വ്യാഴാഴ്ച ദിവസം മാത്രം. ഇന്നൊരു ബുധനാഴ്ചയാണ്, അപ്പോൾ നാളെ ഇവിടെ പൂജയ്ക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ബൾബോടെ തെളിഞ്ഞ് കിടക്കണം ഈ പകൽ സമയത്ത്. വെറുതെ എന്തിനാണ് ഇങ്ങനെ വൈദ്യുതി പാഴാക്കി കളയുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് പാടശേഖരങ്ങൾ കാണാം കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. എന്തൊക്കെയാ അനക്കം കാര്യം പിടിച്ച് പാമ്പ് വല്ലതും ആണോ? എന്തായാലും ഇനി ഇവിടെ ഓണം ടൈമിലാണ് അടുത്ത കൃഷി ഇറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. അത് അടിപൊളിയായിരിക്കും ഈ പ്രദേശമൊക്കെ കാണാൻ. മഴ എന്താണ് പെയ്യാത്തതെന്ന് ഇങ്ങനെ ആലോചിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ മഴ എത്തി. എന്തായാലും നല്ലൊരു ഗ്രാമം അല്ലേ? പിന്നെ സൗകര്യങ്ങളുടെ കുറച്ച് കുറവൊക്കെ ഉണ്ട്, അതൊക്കെ തരണം ചെയ്ത് ജീവിക്കുന്ന കുറച്ച് നല്ല മനുഷ്യരുള്ള ഒരു കൊച്ചു ഗ്രാമം. പിന്നെ ഈ വഴിയൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാവട്ടെ, അതാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും മക്കുവള്ളി എന്ന ഗ്രാമത്തിൻ്റെ കാഴ്ചകളും ചെറിയ വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുകയാണ്.